ലൂഥറൻ അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ സമർപ്പിക്കുന്ന സ്വർഗസുധ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ധ്യാനവചസ്, ദേവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, ദൈവസന്നിധി, കുട്ടികളും ഞാനും തുടങ്ങിയ 5ഓളം സെഗ്മെന്റുകൾ കോർത്തിണക്കി നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രോഗ്രാമാണ് സ്വർഗസുധ. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അധികം മുഖവരിയൊന്നും കൂടാതെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യ സെഗ്മെന്റ് ധ്യാനവചസ്. നമുക്ക് വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വചനധ്യാനത്തിന് ഒരുമിച്ചിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ചുരുങ്ങിയ സമയത്തേക്ക് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം 119 സങ്കീർത്തനം, അതിൻ്റെ 25 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ 119 സങ്കീർത്തനം വളരെ വേദപുസ്തകത്തിലെ വളരെ പ്രത്യേകതകളുള്ള സങ്കീർത്തനമാണ്. ചുരുക്കമായി ആ സങ്കീർത്തനത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായം ആണ് ഇത്. ഏകദേശം 176ഓളം വാക്യങ്ങൾ ഉള്ള ഒരു സങ്കീർത്തനമാണ്. എബ്രായ അക്ഷരമാല ക്രമത്തിൽ പാരഗ്രാഫുകളായി ക്രമപ്പെടുത്തിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. അങ്ങനെ 22 ഖണ്ഡികകളിലായിട്ട് ആണ് ഇത് കവിതയാണ് എങ്കിലും നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അതിങ്ങനെ ഖണ്ഡികകളായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ ഖണ്ഡികകളിലും 8 വാക്യങ്ങൾ വീതമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വചനത്തിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മെ ഒന്ന് പഠിപ്പിക്കുന്ന സങ്കീർത്തനമാണ്. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് ദാവീദ് രാജാവാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്നൊക്കെ അഭിപ്രായമുണ്ട്. അതിൻ്റെ മുൻഭാഗത്തത് കണ്ടില്ലെങ്കിലും രചനാ ശൈലി അനുസരിച്ച് ദാവീദാണ് എഴുതിയത് എന്ന് ഇത് രേഖപ്പെടുത്തുന്നു. ഈ പാഠഭാഗം നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ 25 മുതലുള്ള വാക്യത്തിൻ്റെ പ്രാരംഭം നമ്മൾ വായിക്കുന്നത് മനുഷ്യനെ ഏറ്റവും തകർക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് സങ്കീർത്തക്കാരൻ. ഞാൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. പൊടിയോട് പറ്റുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തകർന്നു പോകുക, നിരാശപ്പെട്ടു പോകുക, ജീവിതം ഭാവി ഇനി ഇല്ല എന്ന് തോന്നൽ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഭാഗത്ത് വായിക്കാം. അപ്പോൾ എല്ലാവിധത്തിലും ജീവിതം തകർക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യം, പൊടിയോട് ഞാൻ പറ്റിയിരിക്കുന്നു. അപ്പോൾ സങ്കീർത്തകരുടെ പ്രാർത്ഥന, ദൈവമേ എന്നെ ജീവിപ്പിക്കണം, എൻ്റെ ഈ നിർജ്ജീവമായ അവസ്ഥയിൽ നിന്ന്, ഈ തകർക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് എനിക്കൊരു പുനരുജ്ജീവനം നൽകണമെന്നുള്ളതാണ് സങ്കീർത്തകാരൻ്റെ പ്രാർത്ഥന. ജീവിപ്പിക്കുക മാത്രമല്ല, ഇങ്ങനെ തകർന്നു പോകാനൊരു കാരണമുണ്ട്. ആ കാരണം, ഞാൻ നിൻ്റെ വഴിവിട്ട് ഒന്ന് സഞ്ചരിച്ചു പോയി എന്നതാണ്. നിൻ്റെ വഴിവിട്ട് ഞാനൊന്ന് സഞ്ചരിച്ചപ്പോൾ എൻ്റെ ജീവിതം തകർച്ചയിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് സങ്കീർത്തകരുടെ പ്രാർത്ഥന, ദൈവമേ നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണം എന്നതാണ്. നിൻ്റെ സത്യത്തിൽ നടക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. വഴി പഠിക്കുക എന്നുള്ളതാണ്. ലോകത്തിൽ എല്ലാ ജീവിതയാത്രകൾക്കും വഴി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വേദപുസ്തകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ 2 തരം വഴികൾ ഉണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. ഒന്ന് ജീവൻ്റെ വഴിയും, ഒന്ന് നാശത്തിൻ്റെ വഴിയും. ഈ ഭാഗത്ത് പറയുന്നത്, സങ്കീർത്തകാരൻ പറയുന്നത്, നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണം, ഭോഷ്കിൻ്റെ വഴിയിൽ നിന്ന് എന്നെ മാറി നടക്കാൻ സഹായിക്കണം. നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണം, ഭോഷ്കിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ. എന്താണ് ഭോഷ്കിൻ്റെ വഴി? ഭോഷ്ക് പറയുന്നത് ആരാണ്? അതൊന്ന് മനസ്സിലാക്കാൻ യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പിശാച് ഭോഷ്ക് പറയുന്നവനും ഭോഷ്ക് പറയുന്നവൻ്റെ അപ്പനും എന്നാണ്. അപ്പോൾ സങ്കീർത്തക്കാരൻ്റെ പ്രാർത്ഥന നമുക്കിങ്ങനെ വായിക്കാം, ദൈവമേ ഭോഷ്ക് പറയുന്ന പിശാചിൻ്റെ വഴിയിൽ നിന്ന്, ദോഷകരമായ വഴിയിൽ നിന്ന് മാറി നടക്കാൻ എന്നെ സഹായിക്കണം. അപ്പോൾ ഞാൻ വീണുപോകാൻ കാരണം, പതറിപ്പോകാൻ കാരണം, ഇങ്ങനെ ചില ഭോഷ്കിൻ്റെ വഴികളിലൂടെ, പിശാചിൻ്റെ വഴികളിലൂടെ എനിക്കൊന്ന് സഞ്ചരിക്കേണ്ടി വന്നു. ഞാൻ പൊടിയോട് പറ്റിപ്പോയി. ഞാൻ ജീവിതത്തിൽ ഏറെ തകർക്കപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ ജീവിപ്പിക്കണം. ജീവനോടെ ഇരിക്കാൻ എന്നെ പഠിപ്പിക്കേണ്ടുന്നത് നിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ളതാണ്. നേരിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ, സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ, ജീവൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ എന്നെ സഹായിക്കണം. ഒരിക്കലും പിശാചിൻ്റെയോ അവൻ്റെ വഴികളിലോ നടക്കാൻ എനിക്ക് ഇടവരരുതേ എന്നതാണ് സങ്കീർത്തക്കാരൻ്റെ ഏറ്റവും പരമപ്രധാനമായ പ്രാർത്ഥന. നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണമെന്ന് പറയുന്ന സങ്കീർത്തക്കാരൻ രണ്ടാമത് കർത്താവിനോട് ചോദിക്കുകയാണ്, വിശ്വസ്തതയുടെ മാർഗം എനിക്ക് കാണിച്ചു തരണം. അപ്പോൾ ഭോഷ്കിൻ്റെ മാർഗം വിട്ടുതിരിയാനും വിശ്വസ്തതയുടെ മാർഗ്ഗത്തിൽ നടക്കാനും എന്നെ പഠിപ്പിക്കണം. ഭോഷ്കിൻ്റെ മാർഗ്ഗം പിശാചിൻ്റെതാണ്,
നിൻ്റെ മാർഗ്ഗമാണ് വിശ്വസ്തതയുടെ, അത് എനിക്ക് കൃത്യമായിട്ട് കാണിച്ചു തരണം എന്നുള്ളത്. ഏതാണ് വിശ്വസ്തയുടെ മാർഗ്ഗം, ഏതാണ് ജീവൻ്റെ മാർഗ്ഗം, ഏതാണ് ശരിയായ വഴി? പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വളരെ മനോഹരമായിട്ട് നമ്മോട് ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. നമ്മൾ ഈ കാലഘട്ടങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ജീവിതത്തിൽ അടിപതറിപ്പോകുന്നതിന്, വീണുപോകുന്നതിന് ഒക്കെ തകർച്ചയുടെയൊക്കെ കാരണം ജീവൻ്റെ വഴിയിൽ നിന്ന് നമ്മൾ മാറി നടക്കുന്നതും അല്പമൊക്കെ ഇങ്ങനെ ഭോഷ്കിൻ്റെ വഴിയിലൂടെ, സാത്താൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടുമാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന പതർച്ച ജീവിതത്തിൽ ഇങ്ങനെ അടിതെറ്റിപ്പോകാനും വീണുപോകാനും നശിച്ചു പോകാനും അല്ലെങ്കിൽ അങ്ങനെ പൊടിയോട് പറ്റുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ചേരും. അപ്പോൾ സങ്കീർത്തക്കാരനോട് ചേർന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, ജീവൻ എന്നെ നീ ജീവിപ്പിക്കണം, ജീവൻ്റെ പാതയിൽ നടക്കാൻ എന്നെ സഹായിക്കണം, ജീവൻ്റെ മാർഗ്ഗം നീ എനിക്ക് കാണിച്ചു തരണം, നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണം, എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും. അപ്പോൾ നിൻ്റെ വചനപ്രകാരം ഞാൻ ജീവിക്കും. ആ ജീവൻ്റെ വഴി ഏതാണെന്ന് കൃത്യമായിട്ട് വചനം നമ്മൾ പഠിപ്പിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. വചനത്തിലുടനീളം നമുക്കിത് കാണിച്ചത് ക്രിസ്തുവാണ് ജീവൻ എന്ന് സുവിശേഷത്തിലുടനീളം വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു കാര്യം. ആ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ അങ്ങനെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയും ആ ജീവൻ്റെ വഴി ഏതാണെന്ന്, ഭോഷ്കിൻ്റെ മാർഗ്ഗം വിട്ട് ജീവൻ്റെ വഴി ഏതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അതിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ 31, 32 വാക്യങ്ങളിൽ വായിക്കുന്നത്: ഇപ്പോൾ അവൻ്റെ അവസ്ഥ മാറിയിരിക്കുന്നു. പൊടിയോട് പറ്റിച്ചേർന്ന് കിടന്നവൻ, എല്ലാ അർത്ഥത്തിലും തകർന്നു പോയവൻ ഇപ്പോൾ പറയുകയാണ്: ഞാൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കും എന്നാണ്. ആ വാക്യം നമുക്കൊന്നിങ്ങനെ വായിക്കാം: വിശ്വസ്തതയുടെ മാർഗ്ഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിൻ്റെ വിധികളെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, നിൻ്റെ സാക്ഷ്യങ്ങളോട് ഞാൻ പറ്റിയിരിക്കുന്നു. അപ്പോൾ ഭോഷ്കിൻ്റെ മാർഗ്ഗത്തിൽ നടന്നു പോയപ്പോൾ തകർന്നു പോയൊരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു: ജീവൻ്റെ മാർഗ്ഗത്തിൽ നടക്കാനെ പ്രേരിപ്പിക്കണം. ജീവൻ്റെ മാർഗ്ഗത്തിൽ നടന്നപ്പോൾ ഇപ്പോൾ പറയുന്നു: ഞാൻ നിൻ്റെ വചനത്തോട് പറ്റിയിരിക്കുന്നു, നിന്നോട് പറ്റിച്ചേർന്നു. പൊടിയിൽ നിന്ന് എഴുന്നേറ്റ് വചനത്തോട് പറ്റിച്ചേർന്ന് നിവർന്നു നിൽക്കാൻ ദൈവം അവനെ സഹായിക്കുന്നു എന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനമുള്ളതാണെന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മോട് വരച്ച് കാണിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ് എന്നെ ജീവനിലേക്ക് കരം പിടിച്ച് നടത്തുന്നതും എന്നെ പൊടിയിൽ നിന്ന് അല്ലെങ്കിൽ തകർന്നു പോയ അവസ്ഥയിൽ നിന്ന് എന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തനാക്കുന്നതും. അത് ക്രിസ്തുവാണെന്നുള്ള ബോധ്യം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനത്തോട് പറ്റിച്ചേർന്നുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. വളരെ ചിന്തനീയവും പ്രത്യാശയുമൊക്കെ നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ആയിരുന്നു അല്ലേ? ഇനി നമുക്ക് മാധുര്യമേറിയ ഒരു ഗാനമായാലോ, ദേവസംഗീതത്തിലൂടെ. മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പാപമില്ലാത്തവൻ ക്രൂശിതനായി. പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പാപമില്ലാത്തവൻ ക്രൂശിതനായി. പാപികൾക്കായി ജീവൻ നൽകിടുന്നു. കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. ശിരസിൽ മുൾമൂടി ചൂടിയ നേരം പ്രാർത്ഥിച്ചു നാഥാനി പാപികൾക്കായി. ശിരസിൽ മുൾമൂടി ചൂടിയ നേരം
പ്രാർത്ഥിച്ചു നാഥാനി പാപികൾക്കായി. പരമപിതാവേ ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്നും അറിയുന്നില്ല. പരമപിതാവേ ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്നും അറിയുന്നില്ല. പറുദീസയും നൽകി കള്ളനു നീ, കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. മാതാവിനും പ്രിയ സ്നേഹിതനും നീ സാന്ത്വനവാക്കുകൾ നൽകിയില്ലേ. മാതാവിനും പ്രിയ സ്നേഹിതനും നീ സാന്ത്വനവാക്കുകൾ നൽകിയില്ലേ. കാൽവരിക്കുന്നിന്റെ നെറുകയിൽ നിന്നേശു നിലവിളിച്ചിടുന്നു ഗദ്ഗദത്താൽ. കാൽവരിക്കുന്നിന്റെ നെറുകയിൽ നിന്നേശു നിലവിളിച്ചിടുന്നു ഗദ്ഗദത്താൽ. എൻ ദൈവമേ എന്നെ കൈവെടിഞ്ഞു. കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. ദേഹം തളർന്നും നാവും വരണ്ടും ദാഹജലത്തിനായി കേണിടുമ്പോൾ. ദേഹം തളർന്നും നാവും വരണ്ടും ദാഹജലത്തിനായി കേണിടുമ്പോൾ. കൈപ്പുനീരല്ലയോ കുടിച്ചു എന്നാഥാനി നിവൃത്തിയായെന്നോതി കാൽവരിയിൽ. കൈപ്പുനീരല്ലയോ കുടിച്ചു എന്നാഥാനി നിവൃത്തിയായെന്നോതി കാൽവരിയിൽ. ആത്മാവിനെ വേഗം ഏൽപ്പിച്ചു നീ കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. പാരിന്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പാപമില്ലാത്തവൻ ക്രൂശിതനായി. പാരിന്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പാപമില്ലാത്തവൻ ക്രൂശിതനായി. പാപികൾക്കായി ജീവൻ നൽകിടുന്നു. കാൽവരിയിൽ മരക്കുരിശിൽ കാരുണ്യനാഥൻ തൂങ്ങിടുന്നു. വളരെ അനുഗ്രഹീതമായൊരു ഗാനമായിരുന്നു അല്ലേ? അടുത്ത സെഗ്മെന്റ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ക്രമീകരിക്കേണ്ടതും പഠിക്കേണ്ടതും ശീലിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ സുബീൻസ് കൗൺസിലിംഗ് ടോക്കിലൂടെ.
നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. സൈബർ ബുള്ളിയിങ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെ അതിവ്യാപനം അതിൻ്റെ ചില തെറ്റായ അല്ലെങ്കിൽ പ്രയാസമേറിയ വശങ്ങളെ കൂടെ നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൈബർ ബുള്ളിയിങ്. സൈബർ ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെ വ്യക്തിഹത്യയോ ഭീഷണിയോ പെടുത്തുന്നതിനെയാണ് സാധാരണ സൈബർ ബുള്ളിയിങ് എന്ന് പറയുക. അതിൻ്റെ വ്യാപനം വളരെ വിശാലമാണ്. അതിനെക്കുറിച്ചുള്ള പറച്ചിലുകൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. എങ്കിലും അടിസ്ഥാനപരമായി അല്ലെങ്കിൽ ലളിതമായി നമുക്ക് പറയാം, സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് ഓൺലൈനിലൂടെ ഭീഷണിപ്പെടുത്തുകയോ നാണം കെടുത്തുകയോ അപമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെ സൈബർ ബുള്ളിയിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു എന്ന്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? സൈബർ ബുള്ളിയിങ്ങിൻ്റെ കാരണത്തെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ചെയ്യുന്നയാൾ, വേട്ടക്കാരനെന്ന് പറയുമല്ലോ, അയാളുടെ ഉള്ളിലുള്ള വികാരം പ്രധാനമായി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഞാൻ കുറഞ്ഞയാളാണ്, എന്നെ ആരും പരിഗണിക്കുന്നില്ല, ഞാൻ മറ്റേയാളുടെ അത്ര കഴിവുള്ള ആളല്ല എന്ന ആ കോംപ്ലക്സ്, അതാണ് ഇതിനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയാറുണ്ട്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ഭീരുത്വമാണ്. ഇവരെല്ലാം ഭീരുക്കളാണ്. അതായത് നേരിട്ട് വന്ന് പറയാനോ നേരിട്ട് വന്ന് വിമർശിക്കാനോ നേരിട്ട് വന്ന് കാര്യം പറയാനുള്ള ധൈര്യമോ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയില്ല. വെയിലിംഗ് അറ്റാക്ക് എന്നാണ് പറയുക. ഒരു മറയിട്ട് ആക്രമിക്കുന്നത് പോലെ മുന്നിൽ ഭീഷ്മ പിതാമഹനെ ആക്രമിക്കുവാനായിട്ട് മുന്നിൽ ആളെ നിർത്തി ആക്രമിച്ചതുപോലെ മുന്നിൽ ചിലരെ നിർത്തിയോ ചില കാര്യങ്ങൾ നിർത്തിയോ അല്ലെങ്കിൽ മീഡിയയെ തന്നെ മുന്നിൽ നിർത്തിയോ അല്ലെങ്കിൽ ഫാൾസ് ഐഡൻറ്റിറ്റി കൊടുത്തോ, നിങ്ങൾ അവരെ നോക്കിയാൽ ശരിയായിട്ടുള്ള ഐഡൻറ്റിറ്റി കാണുകയില്ല, പേര് കാണുകയില്ല, പ്രൊഫൈൽ പിക്ചറൊക്കെ വേറെ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ശരിയായ IP അഡ്രസ്സ് ഉണ്ടായിരിക്കുക, ഇങ്ങനെ പല രീതികളിലൂടെ നേരിട്ട് താൻ ആരാണ് എന്ന് വെളിപ്പെടുത്താതെ ഭീരുത്വത്തോടുകൂടെ പെരുമാറുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരുടെ അടിസ്ഥാനപരമായിട്ട് രണ്ടാമത്തെ കാര്യം ഒരു ഭീരുക്കളാണ്. നേരിട്ട് വന്നൊരു കാര്യം പറയാനുള്ള ധൈര്യം ഇവർക്കില്ല എന്നാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാർ പറയുക. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുതരം മനോവൈകല്യം ബാധിച്ചവരാണ്. ഇത് ഒരു തലം കഴിയുമ്പോഴേക്കും ഒരു മനോവൈകല്യമായി മാറും. എന്തിനേയും ഏതിനേയും ഇഷ്ടപ്പെടാത്ത, തനിക്ക് യോജിക്കാൻ കഴിയാത്ത എന്തിനേയും ഏതിനേയും ഇതുപോലുള്ള രീതികളിലൂടെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നത് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അവരിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പൈസയോ മറ്റു തരത്തിലുള്ള കാര്യങ്ങളോ നേടുവാനുള്ള ശ്രമം കൂടെ ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധിക്കും. ഇതൊരു മനോവൈകല്യമായിട്ട് മാറാം. പിന്നെ ഇതൊരു വൈകാരികമായ അസ്ഥിരത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉള്ളവരുടെ ഒരു ലക്ഷണമാണ് എന്നും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് നല്ല ചികിത്സ ആവശ്യമാണ്. ഇതിൽ ഒരു വിഭാഗക്കാർക്ക്, എല്ലാവർക്കും ആണെന്നല്ല പറയുക, ചില അസൂയയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ഇവരെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ പറയുന്നത് ചികിത്സ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വേട്ടക്കാർക്ക്, സൈബർ ബുള്ളിയിങ് നടത്തുന്ന ആൾക്കാർക്ക് ആവശ്യമാണ്. കാരണം അതൊരു ഘട്ടം കഴിയുമ്പോഴേക്കും, ഒരു പരിധി കഴിയുമ്പോഴേക്കും വളരെ അപകടകരമായ ഒരു നിലയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇനി മറുവശം നോക്കാം. ഇരകളാക്കപ്പെടുന്നവരെക്കുറിച്ച്. സാധാരണയായിട്ട് ഇതിന് ഇരയാക്കപ്പെടുന്നത് കൂടുതലും കുട്ടികളും അത് കഴിഞ്ഞാൽ സ്ത്രീകളുമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുക, കുട്ടികളും സ്ത്രീകളുമാണ് കൂടുതൽ ഇരയാക്കപ്പെടുക. അവർ കുറേ കൂടെ ഇതിന് വശംവദരാകാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് അതിനുള്ള കാരണമായിട്ട് പറയുക. അപ്പോൾ ഇങ്ങനെ ഇരയാക്കപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതാണ് അടുത്ത കാര്യം. പലപ്പോഴും ഇങ്ങനെ ഇരയാക്കപ്പെടുമ്പോൾ അവരെ മറ്റുള്ളവർ, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നിൻ്റെ കുറ്റമാണ് എന്ന് അവരെ കുറ്റപ്പെടുത്താറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തരുതെന്നാണ്. കാരണം പലപ്പോഴും സൈബർ ബുള്ളിയിങ്ങിന് ഇരയാകുന്നവർ അവർ അതിന് ഇരയായി എന്ന് അറിയുന്നത് വളരെ താമസിച്ചാണ്. മറുവശത്തിരിക്കുന്നയാൾ മുഖം കാണാതെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഇയാളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇയാളുടെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള കാര്യങ്ങളും കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അറിയാതെ സൗഹൃദം നടിച്ചു വരുന്ന ആളിൻ്റെ മുൻപിൽ പങ്കുവെക്കുകയും അങ്ങനെ ഇയാൾ തെറ്റിലേക്ക് വീഴുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് കഴിവതും ഇരയാക്കപ്പെടുന്നവരെ കുറ്റപ്പെടുത്തലല്ല, അവരെ ആക്രമിക്കലല്ല, കുറ്റബോധത്തിലിരിക്കുവാനല്ല, അവരോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ നമ്മൾ തയ്യാറാവുക. രണ്ടാമതായിട്ടുള്ള കാര്യം, അവർക്ക് അത് പറയാനുള്ള സ്പേസ് കൊടുക്കണം. സാധാരണയായിട്ട് കുട്ടികൾ ഇതിനൊരുപാട് ഇരയാക്കപ്പെടാറുണ്ട്. ഒരുപാട് പേർ ഒരുപാട് സൈബർ ബുള്ളിങ്ങിന് ഒരുപാട് ഇരയാക്കപ്പെടുന്നതിൽ നല്ലൊരു ഭൂരിപക്ഷവും കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വീട്ടുകാരോട് പറയാനുള്ള ഒരു ഭയമുണ്ടായിരിക്കും. ആ ഭയത്തെ മാറ്റി അവർക്ക് പറയാനുള്ള സ്പേസ് കൊടുക്കുക. എന്ത് തെറ്റ് വന്നാലും സാരമില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാനുള്ള സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഒരു പരിധിവരെ തടയാനും ഇരകളാക്കപ്പെടുന്നവർക്ക് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കാനും നമുക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യത്തോട് ബന്ധപ്പെട്ടതാണ്. അവരുടെ ഭയത്തെ മാറ്റിക്കളയുക. മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യമില്ല. അവരൊരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ
എടുത്തു വെച്ചതിന് ശേഷം അത് വെച്ച് അടുത്ത തലത്തിലേക്ക് അവരെത്തുമ്പോൾ ഭീഷണിപ്പെടുത്താറാണ് പതിവ്. അപ്പോൾ ഇവരടുത്ത് പറയുക, നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ പേടിക്കേണ്ട ആവശ്യമില്ല, അവരങ്ങനെ ചെയ്താൽ നമുക്ക് എന്താണ് എന്നുള്ള ധൈര്യം ഈ കുട്ടികളിൽ നൽകിയാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇരയാക്കപ്പെടുന്നവർക്ക് നൽകിയാൽ അവർക്കതിനെ മറികടക്കുവാനായിട്ട് സാധിക്കും. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അധികാരികളെ നാം തീർച്ചയായും അത് അറിയിച്ചിരിക്കണം. പോലീസായിരുന്നാലും ശരി, ഓഫീസിലുള്ള അധികാരികളായിരുന്നാലും ശരി, സ്കൂൾ അധികാരികളായിരുന്നാലും ശരി, ഇങ്ങനെ സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കപ്പെടുന്നു എങ്കിൽ നിർബന്ധമായും അവരോട് പറയണം. പലപ്പോഴും അവരറിഞ്ഞാൽ എന്ത് വിചാരിക്കും, അവരെങ്ങനെ എന്നോട് പെരുമാറും, അവരെന്തായിരിക്കും പ്രതികരണം എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും ഏതാണ്ട് ഒരു 90% വരെ പറയാതിരിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് പറയുക. എന്നാൽ അത് മാറിയിട്ട് അങ്ങനെയല്ല, അധികാരികൾ എന്നെ സഹായിക്കും, അവരെന്നോട് കൂടെ നിൽക്കും എന്നുള്ള ബോധ്യം ഇരയാക്കപ്പെടുന്നവർക്ക് തീർച്ചയായും കൊടുക്കണം. ഈ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന വേട്ടക്കാരായിരുന്നാലും ഇരയാക്കപ്പെടുന്നയാളായിരുന്നാലും അവർക്ക് രണ്ടുപേർക്കും സപ്പോർട്ട് ആവശ്യമാണ്, കൗൺസിലിംഗ് ആവശ്യമാണ്, അവർക്കതിന് പിന്തുണ ആവശ്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേട്ടക്കാർക്കും അതിൽ നിന്ന് പുറകിലേക്ക് വരാൻ, അഥവാ ആ പിടിയിൽ നിന്ന് വെളിയിലേക്ക് വരുവാൻ ഇരയാക്കപ്പെടുന്നവർക്കും സപ്പോർട്ട് ആവശ്യമാണ്. ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. താങ്ക് യു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് അല്ലേ? ഇനി നമ്മുടെ കൊച്ചു കൂട്ടുകാർ കാത്തിരിക്കുന്ന സെഗ്മെൻ്റ് എത്തിയിരിക്കുകയാണ്, കുട്ടികളും ഞാനും. അതിലൊരു ബൈബിൾ ഭാഗമുണ്ട്, സന്ദേശമുണ്ട്, ചോദ്യമുണ്ട്. കുട്ടികളെല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഇതാരാ കൂട്ടുകാരോ? ഹായ്, സുഖായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. എപ്പോഴും ഞാനിത് കേൾക്കുമല്ലേ. കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് പറയുന്നതും സന്തോഷമായിരിക്കുന്നു എന്ന് പറയുന്നതുമാണ് എനിക്കിഷ്ടം. അത് കേൾക്കാനാണ് എനിക്കിഷ്ടം. എപ്പോഴും നമ്മൾ സുഖമായിരിക്കണം, സന്തോഷമായിരിക്കണം. കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അതെല്ലാം മാറിപ്പോവും. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്ന് പുതിയ കഥ കേൾക്കണ്ടേ? ഓക്കെ, നമുക്കിന്നൊരു പുതിയ കഥ പഠിക്കാം. ഒരു നായ്ക്കുട്ടിയുടെ കഥയാണ് കേട്ടോ. നല്ല മിടുക്കനായ ഒരു നായ്ക്കുട്ടി, ഒരു വേട്ടക്കാരനായ നായ്ക്കുട്ടി. ഒരിക്കൽ ഒരു വേട്ടക്കാരന് ഈ മിടുക്കനായ വേട്ടക്കാരനായ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. വേട്ടക്കാരൻ എവിടെ പോയാലും, വേട്ടയാടാൻ പോയാലും ഈ നായ്ക്കുട്ടി കൂടെ പോകും. എന്തൊക്കെയാണ് അവൻ്റെ ജോലി എന്നറിയാമോ? അവൻ ഈ വേട്ടയ്ക്ക് വേണ്ടുന്ന മൃഗങ്ങളെയൊക്കെ ഓടിച്ചു കൊണ്ടുവരും. പിന്നെ ഈ വേട്ടക്കാരൻ അമ്പെയ്തും വെടിവെച്ചും ഒക്കെ ഇടുന്ന മൃഗങ്ങളെ എടുത്തുകൊണ്ട് വേട്ടക്കാരന് കൊണ്ടു കൊടുക്കും. വേട്ടക്കാരൻ അതെല്ലാം പാകം ചെയ്ത് ഈ നായ്ക്കുട്ടിക്കും കൊടുക്കുമായിരുന്നു. അങ്ങനെ മിടുക്കനായ കരുത്തനായ ഒരു നായ്ക്കുട്ടി. ഒരു ദിവസം ഈ വേട്ടക്കാരനും നായ്ക്കുട്ടിയും കൂടെ വേട്ടയ്ക്കായി പോയി. പക്ഷേ കുറേ സമയം അലഞ്ഞിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇവരൊരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനായിട്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ നായ്ക്കുട്ടിയുടെ മുമ്പിൽ അതാ ഒരു മുയൽക്കുട്ടി. നായ്ക്കുട്ടിക്ക് സന്തോഷമായി. ഈ മുയൽക്കുട്ടിയെ ഓടിച്ചിട്ട് പിടിക്കുക. മുയലിൻ്റെ പുറകെ നായി ഓടാൻ തുടങ്ങി. അപ്പം മുയൽ വേഗത്തിലോടി, നായും പുറകെ നല്ല വേഗത്തിലോടി. നായേക്കാളും വേഗത്തിൽ മുയലോടി. കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ നായ തളർന്നു. അവന് ഇതിനെ പിടിക്കാൻ പറ്റിയില്ല, ഈ മുയൽക്കുട്ടിയെ പിടിക്കാൻ പറ്റിയില്ല. അവൻ ഓട്ടം നിർത്തിയിട്ട് തിരികെ വന്നു. തിരികെ വന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ വേട്ടക്കാരൻ അവനെ കളിയാക്കി. ഷേടാ, ഇത്ര മിടുക്കനായിട്ടിരുന്നിട്ട്, ഇത്ര കഴിവുള്ളവനായിരുന്നിട്ട് ഒരു കുഞ്ഞു മുയലിനെ പിടിക്കാൻ നിനക്ക് കഴിയാതെ പോയല്ലോ, നാണക്കേട് തന്നെ, കഷ്ടം കഷ്ടം. അപ്പോഴീ നായ്ക്കുട്ടി പറഞ്ഞു, എൻ്റെ ഓട്ടത്തിനും അവൻ്റെ ഓട്ടത്തിനും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. അതെന്താടാ ആ വ്യത്യാസം? വേട്ടക്കാരൻ ചോദിച്ചു. അപ്പോൾ നായ്ക്കുട്ടി പറഞ്ഞു, എനിക്ക് ആഹാരത്തിന് വേണ്ടിയാണ് ഞാൻ അവനെ ഓടിച്ചത്, അതിനെ ആഹാരമാക്കുക. പക്ഷേ അവൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഓടിയത്. എങ്ങനെയെങ്കിലും അവൻ്റെ ജീവനെ രക്ഷപ്പെടുക. അതുകൊണ്ട് അവൻ ജാഗ്രതയോടുകൂടെ വേഗത്തിൽ ഓടി
അവൻ്റെ ജീവൻ രക്ഷിച്ചു. ഇതാണ് വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഥയിൽ നിന്നും ചിലതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്നവരാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, UKG. നിങ്ങളോ ഓരോ ക്ലാസ്സിലും പഠിക്കുന്നവരാ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ചിലരെല്ലാം വെറുതെ സ്കൂളിൽ പോകും, പഠിക്കില്ല, ചുമ്മാതെ കറങ്ങി നടക്കും, ഹോംവർക്ക് ചെയ്യില്ല, ടീച്ചർ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കില്ല. എന്ത് സംഭവിക്കുന്നറിയാമോ? കുറച്ച് വർഷം കഴിയുമ്പോൾ തന്നെ തോറ്റ് തുന്നം പാടി മുമ്പോട്ട് പഠിക്കാൻ കഴിയാതെ വീട്ടിലിരിക്കും. ചിലർ അങ്ങനെയല്ല, നല്ല ഉത്സാഹത്തോടെ പഠിക്കും. കാര്യം എന്താ? ഇന്ന് ഞാൻ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ, വിജയം നേടിയാൽ മാത്രമേ എനിക്ക് ജോലി നേടാൻ കഴിയൂ, നല്ല ഭാവി ഉണ്ടാകുകയുള്ളൂ. ആ ലക്ഷ്യം ചില മക്കൾക്കുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ അങ്ങനെയുള്ളവരായിരിക്കണം. ഉഴപ്പന്മാരാകരുത്, നിസ്സാരമായി പഠനത്തെ കാണുന്നവരാകരുത്. നന്നായി പഠിക്കുക, ജയിക്കുക, എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് വാങ്ങി വിജയിക്കണം. എനിക്ക് ജോലി നേടണം, എനിക്ക് നല്ല ഭാവി ഉണ്ടാവണം, എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും സന്തോഷം ഉണ്ടാകണം. ആ ചിന്തയോടുകൂടെ പഠിക്കുന്ന മക്കളാകണം. നമ്മൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ജീവ കിരീടം എനിക്കായി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചോദ്യം ഇതാണ്: ആ വചനം ഏത് പുസ്തകം, എത്രാമത്തെ അധ്യായം, എത്രാമത്തെ വാക്യം? കണ്ടുപിടിക്കൂ, പറയൂ, സമ്മാനം നേടൂ. ഓക്കേ, ബൈ ബൈ, ടാറ്റാ. കൂട്ടുകാർക്കെല്ലാം ഈ ബൈബിൾ ഭാഗം ഇഷ്ടമായോ? അങ്കിൾ ചോദിച്ച ചോദ്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉത്തരം ഞങ്ങളെ എഴുതി അറിയിക്കുക. ഈ പ്രോഗ്രാമിൻ്റെ അവസാനം ഞങ്ങൾ വാട്സപ്പ് നമ്പറും അഡ്രസ്സും നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിലേക്ക് നിങ്ങൾ ഉത്തരങ്ങൾ അയച്ച് നല്ല അടിപൊളി സമ്മാനങ്ങൾ നേടുക. സ്വർഗസുധ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സെഗ്മെൻറ്റ് ദൈവസന്നിധി. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാർത്ഥന. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല കർത്താവേ, ഭവനരഹിതരും തൊഴിൽരഹിതരുമായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളില്ലാതെ കർത്താവെ അടിസ്ഥാനങ്ങളിട്ട് അതിന്മേൽ കർത്താവെ പണിയുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള ഭവനരഹിതർക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് ഭവനങ്ങൾ നൽകി, അവർക്ക് കെരുക്കടക്കാടങ്ങൾ നൽകി. കർത്താവെ, എത്രയോ വർഷങ്ങളായിട്ടുള്ള കർത്താവിടെ പ്രയാസങ്ങളെ അവിടെ നീക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ ലോണുകളെടുത്ത് കർത്താവെ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരോട് കരുണ കാണിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ വളരെ നാളുകളത്തെ ആഗ്രഹമാണ് കർത്താവെ അവരൊരു ഭവനം പണിയുക എന്നുള്ളത്. അത് കർത്താവെ, സ്തോത്രം, അവർ കടന്നു പോകുന്ന എല്ലാ വഴികളും നീ അവർക്കായി അവിടെ നിന്ന് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ പോകുന്ന ഇടങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും അവർ അറിയുവാൻ തക്കവണ്ണം ദൈവം അവർക്കായി ഒരുക്കിയിരിക്കുന്നതായ ഭവനത്തിലേക്ക് കർത്താവെ അവർ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പുതിയ ഭവനം പണിത് അത് പ്രവേശിപ്പാൻ തക്കവണ്ണം കൃപ നൽകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല കർത്താവേ. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായിരുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുവരെയും ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.